ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആക്ട്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണ നിയന്ത്രണത്തിനായി ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ ഒരു നിയമമാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആക്ട്. 1784 പാസാക്കിയ ഈ നിയമം പിറ്റ്സ് ഇന്ത്യ ആക്ട് എന്നും അറിയപ്പെടുന്നുണ്ട്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന എങ്ങർ പിറ്റിന്റെ കാലത്താണ് ഈ ബില്ല് കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ബില്ല് നിയമമായപ്പോൾ പിറ്റ്സ് ഇന്ത്യ ആക്ട് എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. 1773 റെഗുലേറ്റിംഗ് ആക്ടിന്റെ കുറവുകൾ പരിഹരിക്കുന്നതിനും കമ്പനിയുടെ അഴിമതി പൂർണ്ണമായും തടയുന്നതിനും വേണ്ടിയാണ് പിറ്റ്സ് ഇന്ത്യ ആക്ടിന് രൂപം നൽകിയിരുന്നത്. 1773 റെഗുലേറ്റിംഗ് ആക്ടിനെ തുടർന്ന് കൽക്കട്ടയിൽ സുപ്രീം കോടതി സ്ഥാപിക്കുവാൻ ഉത്തരവായെങ്കിലും കോടതിയുടെ അധികാരപരിധിയും കൈകാര്യം ചെയ്യേണ്ട വകുപ്പുകളും നിശ്ചയപ്പെടുത്തിയിരുന്നില്ല. ഇത് പല ആശയക്കുഴപ്പങ്ങൾക്കും കാരണമായി. സുപ്രീം കോടതിയെ അനുസരിക്കേണ്ടതില്ലെന്ന് കൗൺസിൽ ജമീന്ദാർമാരെ പറഞ്ഞു ധരിപ്പിച്ചു. 1779 കൗൺസിലും സുപ്രീം കോടതിയും തമ്മിലുള്ള സ്പർദ്ധ മൂർധന്യത്തിലെത്തി. സുപ്രീം കോടതി ഗവർണർ ജനറലിന്റെയും കൗൺസിൽ മെമ്പർമാരുടെയും മേൽ കോടതിയലക്ഷ്യം ആരോപിച്ചു. ഇത്തരം പ്രതിസന്ധികൾ ഒഴിവാക്കുന്നതിനായി 1781 ചില ഭേദഗതികൾ കൊണ്ടുവന്നു. ഈ ഭേദഗതിയിലൂടെ ഗവർണർ ജനറലിനെയും കൗൺസിൽ മെമ്പർമാരെയും സുപ്രീം കോടതിയുടെ പരിധിയിൽ നിന്നും ഒഴിവാക്കി. എന്നിരുന്നാലും ഗവർണർ ജനറലിന് വീറ്റോ അധികാരം ഇല്ലാതിരുന്നതിനാൽ തന്നെ കൗൺസിലർമാർ തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകൾ തീർപ്പാക്കാൻ ഈ ഭേദഗതികൾ കൊണ്ട് ആയില്ല. ഈ പോരായ്മകൾ പിന്നീട് പിറ്റ്സ് ഇന്ത്യ ആക്ടിലൂടെയാണ് നികത്തപ്പെട്ടത്. അഥവാ 1773 റെഗുലേറ്റിംഗ് ആക്ട് ഒരു കുറ്റമറ്റ ആക്ട് ആയിരുന്നില്ല. പലതരത്തിലുള്ള അവ്യൂഹങ്ങളും ആശയക്കുഴപ്പങ്ങളും ഈ നിയമത്തിൽ നിലനിന്നിരുന്നു. അതുകൊണ്ട് തന്നെ കമ്പനി ഭരണം ഏറ്റെടുക്കാനുള്ള ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ശ്രമം ഈ ആക്ടിന്റെ പരിമിതികൾ കാരണം പരാജയപ്പെടുകയായിരുന്നു. കമ്പനിയെ നിയന്ത്രിക്കാനായിട്ടുള്ള 1773 റെഗുലേറ്റിംഗ് ആക്ടിന് ശേഷവും കമ്പനി ഭരണത്തിന്റെ കുറ്റകൃത്യങ്ങളെ പറ്റിയുള്ള റിപ്പോർട്ടുകൾ ഇംഗ്ലണ്ടിൽ ലഭിച്ചുകൊണ്ടിരുന്നു. ഇതിനെ ചൊല്ലിയുള്ള വാദപ്രതിവാദങ്ങൾ സ്ഥിരമായിരുന്നു. ഈ കാര്യങ്ങൾ പരിഹരിക്കുന്നതിനായി 2 കമ്മിറ്റിയെ രൂപീകരിച്ചെങ്കിലും അപ്പോഴത്തെ ഗവർണർ ജനറലായിരുന്ന വാറൻ ഹേസ്റ്റിങ്ങിനെ തിരിച്ചു വിളിക്കാനുള്ള കമ്മിറ്റിയുടെ നിർദ്ദേശം ഉൾക്കൊള്ളാൻ കമ്പനിയുടെ കോർട്ട് ഓഫ് പ്രൊപ്രൈറ്റേഴ്സ് തയ്യാറായില്ല. ഇത് ഭരണപരമായ ഒരു പ്രതിസന്ധിക്ക് കാരണമായി. ഈ പ്രതിസന്ധിയെ തുടർന്ന് പ്രധാനമന്ത്രിയായിരുന്ന ലോർഡ് നോർത്തിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയ്ക്ക് രാജിവെക്കേണ്ടി വരികയും തലസ്ഥാനത്ത് വില്യം പിറ്റ് ദി യങ്ങറിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ രൂപീകരിക്കുകയും ചെയ്തു. കമ്പനി ഭരണകർത്താക്കളായ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിന്റെ പ്രീതി സമ്പാദിക്കത്തക്ക രീതിയിൽ എങ്ങർ പിറ്റ് കൊണ്ടുവന്ന ബില്ലാണ് പിറ്റ്സ് ഇന്ത്യ ആക്ട്. 1783 തന്റെ 24-ാം വയസ്സിലാണ് പിറ്റ് ദ യങ്ങർ ഇംഗ്ലണ്ടിലെ പ്രധാനമന്ത്രിയാവുന്നത്. ഇംഗ്ലണ്ടിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയായ ഇദ്ദേഹം അടുത്ത തലമുറയിലെ നേതാക്കളെ ഉപദേശിക്കുന്നതോടൊപ്പം കാര്യക്ഷമതയും മാറ്റവും ഉയർത്തിപ്പിടിച്ച പ്രതിഭാശാലിയായ ഒരു ഭരണാധികാരിയായി മാറിയിരുന്നു. പിറ്റ്സ് ഇന്ത്യ ആക്ട് ബ്രിട്ടീഷ് സർക്കാരിനും കമ്പനിക്കും ഇന്ത്യയിൽ ഇരട്ട നിയന്ത്രണത്തിന് കാരണമായി. എന്നിരുന്നാലും അന്തിമ അധികാരം സർക്കാരിൽ നിക്ഷിപ്തമായിരുന്നു. ഈ നിയമം 1858 വരെ പ്രാബല്യത്തിൽ തുടരുകയുണ്ടായി. പിറ്റ്സ് ഇന്ത്യ ആക്ടിന്റെ അനന്തരഫലങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണെങ്കിൽ ഈ നിയമത്തിന്റെ ഫലമായി കമ്പനിയുടെ വ്യാപാര കാര്യങ്ങൾ തുടർന്നും നോക്കി നടത്തുവാൻ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിന് അധികാരം ലഭിച്ചു. എന്നാൽ ഈ ആക്ട് അനുസരിച്ച് കമ്പനിയുടെ രാഷ്ട്രീയ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിന് ബോർഡ് ഓഫ് കൺട്രോൾ രൂപീകരിക്കുകയും ചാൻസലർ ഓഫ് എക്സ്ചെക്കറും ഒരു സ്റ്റോക്ക് സെക്രട്ടറിയും 4 പ്രിവി കൗൺസിലർമാരും ബോർഡിൽ അംഗങ്ങളാവുകയും ചെയ്തു. ഇവരുടെ നിയമനം രാജാവിന്റെ അധികാര പരിധിയിലായിരുന്നു. പിറ്റ്സ് ഇന്ത്യ ആക്ടിന്റെ ഫലമായി കമ്പനിയുടെ കോർട്ട് ഓഫ് പ്രൊപ്രൈറ്റേഴ്സിന്റെ അധികാരങ്ങൾ വെട്ടിക്കുറച്ചു. കമ്പനിയുടെ നിയമങ്ങൾ നടത്താനുള്ള അധികാരം അവർക്ക് ഉണ്ടായിരുന്നെങ്കിലും ഉദ്യോഗസ്ഥരെ തിരിച്ചു വിളിക്കാനുള്ള അധികാരം രാജാവിന് മാത്രമായി സ്ഥിരപ്പെടുത്തി. ഗവർണർ ജനറലിന്റെയും ഗവർണർമാരുടെയും കൗൺസിലിലെ അംഗസംഖ്യ 3 കുറച്ചു. അതിലൊരു അംഗമായി കമാൻഡ് ഇൻ ചീഫിനെ നിയമിക്കുകയും ചെയ്തു. മദ്രാസ്, ബോംബെ പ്രസിഡൻസികളുടെ നികുതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ബംഗാൾ ഗവർണർ ജനറൽ കൗൺസിലിന്റെ അധികാര പരിധിയിലാക്കി. യുദ്ധങ്ങളും പിടിച്ചടക്കലുകളും ഒഴിവാക്കുന്നതിനായി കമ്പനിയും നാട്ടുരാജാക്കന്മാരും തമ്മിലുള്ള ബന്ധത്തിൽ പുതിയ നിലപാട് സ്വീകരിച്ചു. ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാതിരിക്കൽ നയം എന്നാണ് ഇത് അറിയപ്പെട്ടിരുന്നത്. ഇന്ത്യയിലെ സേവനകാലത്ത് കമ്പനി ഉദ്യോഗസ്ഥർ ചെയ്ത കുറ്റങ്ങൾക്ക് അവരെ വിചാരണ ചെയ്യുന്നതിനായി 3 ജഡ്ജിമാരും പ്രഭുസഭയിലെ 4 അംഗങ്ങളും കോമൺ സഭയിലെ 6 അംഗങ്ങളും അടങ്ങിയ ഒരു പ്രത്യേക കോടതി രൂപീകരിക്കപ്പെട്ടതും അഴിമതി തടയുന്നതിനായി പുതിയ ഗവർണർമാരായി നിയമിക്കപ്പെടുന്നവർ ബ്രിട്ടനിലെയും ഇന്ത്യയിലെയും അവരുടെ സ്വത്തുവകകൾ കിരീടത്തെ അഥവാ ബ്രിട്ടനിലെ രാജാവിനെ അറിയിക്കണമെന്നും പിറ്റ്സ് ഇന്ത്യ നിയമം വ്യവസ്ഥ ചെയ്യപ്പെട്ടു. പിറ്റ്സ് ഇന്ത്യ ആക്ടിനെ കുറിച്ച് കുറച്ചുകൂടെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ 1773 റെഗുലേറ്റിംഗ് ആക്ടിന്റെ അപാകതകൾ പരിഹരിക്കുന്നതിനായിട്ടാണ് 1784 ഈ നിയമം കൊണ്ടുവന്നത്. ഈ ഒരു നിയമത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ട് ഇന്ത്യയിൽ ഗ്രേറ്റ് ബ്രിട്ടനിലെ രാജാവും
ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ചേർന്ന് ഇരട്ട അധികാരമുള്ള ഒരു സംയുക്ത സർക്കാർ ഉണ്ടാക്കി. എന്നിരുന്നാലും ആത്യന്തിക അധികാരം ബ്രിട്ടീഷ് കിരീടത്തിന് അഥവാ ബ്രിട്ടീഷ് പാർലമെൻറ്റിനായിരുന്നു. ഈ ഒരു നിയമത്തോടുകൂടി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ആദ്യമായി വാണിജ്യ പ്രവർത്തനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി മാറി. 1857 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നിയമം വരെ ഈ നിയമം തുടരുകയും ചെയ്തു. പിറ്റ്സ് ഇന്ത്യ ആക്ടിൻ്റെ ലക്ഷ്യങ്ങൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെയും ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഉടമസ്ഥതയുടെയും മികച്ച നിയന്ത്രണത്തിനും മാനേജ്മെൻറ്റിനുമുള്ള ഒരു നിയമം, കൂടുതൽ വേഗത്തിലുള്ളതും ഫലപ്രദമായതുമായ വിചാരണയ്ക്കായി ഒരു ജുഡീക്കേച്ചർ സ്ഥാപിക്കുവാനുള്ള നിയമം, ഈസ്റ്റ് ഇൻഡീസിൽ നടന്ന കുറ്റകൃത്യങ്ങളിൽ കുറ്റാരോപിതരായ വ്യക്തികളുടെ വിചാരണയ്ക്കുള്ള നിയമം എന്നിവ കൊണ്ടുവരിക എന്നതായിരുന്നു. രാഷ്ട്രീയ കാര്യങ്ങളിൽ കമ്പനി അതുവരെ പരമാധികാരിയായി പ്രവർത്തിച്ചിരുന്നു. പിറ്റ്സ് ഇന്ത്യ നിയമം വന്നതോടുകൂടി കമ്പനിയെ നേരിട്ട് ബ്രിട്ടീഷ് സർക്കാരിന് കീഴ്പ്പെടുത്തി. ജോയിന്റ് ഗവൺമെൻറ്റിൻ്റെ ആവശ്യത്തിനായി ബോർഡ് ഓഫ് കൺട്രോൾ എന്ന പേരിൽ ഒരു ബോർഡ് രൂപീകരിച്ചു. 6 പേരായിരുന്നു ഈ ബോർഡിലെ അംഗങ്ങൾ. സിവിൽ, സൈനിക, വരുമാനപരമായ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുവാൻ ഈ ബോർഡിന് അധികാരമുണ്ടായിരുന്നു. അങ്ങനെ ഇരട്ട നിയന്ത്രണത്തിൽ കമ്പനിയെ കോർട്ട് ഓഫ് ഡയറക്ടർമാരും കിരീടത്തെ അല്ലെങ്കിൽ ബ്രിട്ടീഷ് പാർലമെൻറ്റിനെ കൺട്രോൾ ബോർഡും പ്രതിനിധീകരിക്കുകയുണ്ടായി. പിറ്റ്സ് ഇന്ത്യ നിയമം വന്നതോടുകൂടി ഗവർണർ ജനറലിൻ്റെ കൗൺസിലിൽ 3 അംഗങ്ങളായി ചുരുങ്ങി. അവരിൽ ഒരാൾ രാജാവിൻ്റെ സൈന്യത്തിൻ്റെ കമാൻഡർ ഇൻ ചീഫ് ആയിരുന്നു. അംഗങ്ങളുടെ എണ്ണം 4-ൽ നിന്നും 3 ആയി കുറയ്ക്കുന്ന ഈ പ്രക്രിയ ഗവർണർ ജനറലിൻ്റെ സ്ഥാനം ശക്തിപ്പെടുത്തുന്നതിനായിരുന്നു. കാരണം ഇപ്പോൾ തൻ്റെ പക്ഷത്തുള്ള ഒരു അംഗത്തിൻ്റെ സഹായത്തോടെ പോലും അദ്ദേഹത്തിന് ഏത് പ്രമേയവും പാസാക്കാൻ കഴിഞ്ഞു. കൗൺസിലിൻ്റെ യോഗത്തിൽ ഹാജരായ അംഗങ്ങൾ എപ്പോൾ വേണമെങ്കിലും അഭിപ്രായത്തിൽ തുല്യമായി വിഭജിക്കപ്പെട്ടാൽ ഗവർണർ ജനറലിന് വോട്ട് ചെയ്യാനുള്ള അവകാശം ഈ നിയമം നൽകിയിട്ടുണ്ട്. അഥവാ ഗവർണർ ജനറൽ കൗൺസിൽ ഇപ്പോൾ ബോർഡ് ഓഫ് കൺട്രോൾ വഴി ബ്രിട്ടീഷ് സർക്കാരിൻ്റെ പരോക്ഷ നിയന്ത്രണത്തിലായി. കൂടാതെ പിറ്റ്സ് ഇന്ത്യ ആക്ട് വഴി കൽക്കട്ട പ്രസിഡൻസിക്ക് കൂടുതൽ അധികാരങ്ങൾ നൽകി. ബോംബെയിലെയും മദ്രാസിലെയും പ്രസിഡൻസികളുടെ ഗവർണർമാർക്ക് അവരുടെ സ്വതന്ത്ര അധികാരങ്ങൾ നഷ്ടപ്പെടുത്തുകയും കൽക്കട്ടയ്ക്ക് യുദ്ധം, വരുമാനം, നയതന്ത്രം എന്നീ കാര്യങ്ങളിൽ വലിയ അധികാരങ്ങൾ നൽകുകയും ചെയ്തു. അങ്ങനെ കൽക്കത്ത ഫലത്തിൽ ഇന്ത്യയുടെ കമ്പനി സ്വത്തുക്കളുടെ തലസ്ഥാനമായി മാറി. ഇതിനെല്ലാം പുറമെ ബോർഡിൻ്റെ ഉത്തരവുകൾ ഇന്ത്യയിലേക്ക് കൈമാറാൻ 3 ഡയറക്ടർമാരുടെ ഒരു രഹസ്യ കമ്മിറ്റിയും ഉണ്ടായിരുന്നു. ഈ രഹസ്യ കമ്മിറ്റി ബോർഡ് ഓഫ് കൺട്രോൾ, കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് എന്നിവ തമ്മിലുള്ള ഒരു കണ്ണിയായി പ്രവർത്തിക്കുകയും ചെയ്തു. ഇത്തരത്തിലുള്ള മാറ്റങ്ങളെല്ലാം കൊണ്ടുവന്നെങ്കിലും പിറ്റ്സ് ഇന്ത്യ നിയമം ഒരു പരാജയമായി കണക്കാക്കപ്പെട്ടു. ഇതിന് കാരണം ഗവൺമെൻറ് നിയന്ത്രണവും കമ്പനിയുടെ അധികാരങ്ങളും തമ്മിലുള്ള അതിർവരമ്പുകൾ തന്നെയായിരുന്നു. ബ്രിട്ടീഷ് അധിനിവേശ പ്രദേശങ്ങളിലെ തദ്ദേശീയരായ ജനങ്ങൾക്ക് മെച്ചപ്പെട്ട ചികിത്സയും ജീവിതവും നൽകുന്നതിനുള്ള മാനുഷിക ആഹ്വാനങ്ങളോട് പ്രതികരിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് ബാധ്യസ്ഥരാണെന്ന് തോന്നിയപ്പോൾ കമ്പനി ഭരണാധികാരികൾ ഇതിനെ എതിർത്തു. ബോർഡ് ഓഫ് കൺട്രോൾ സ്വജനപക്ഷപാതം ആരോപിച്ചു. കൗൺസിലിലെ ബോർഡ് ഓഫ് കൺട്രോൾ, കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ്, ഗവർണർ ജനറൽ എന്നിവർക്കിടയിലുള്ള ഉത്തരവാദിത്തം വിഭജിക്കപ്പെട്ടെങ്കിലും വ്യക്തമായ അതിർവരമ്പുകൾ നിശ്ചയിക്കാതെ വീണ്ടും ഈ നിയമം നിഷ്കളങ്കമായി തുടരുകയായിരുന്നു. നിശ്ചയിച്ചിരിക്കുന്ന അധികാരങ്ങൾ വ്യക്തിനിഷ്ഠമായിരുന്നു, വസ്തുനിഷ്ഠമായിരുന്നില്ല എന്ന അഭിപ്രായവും ഉയർന്നു. 2 കാരണങ്ങളാൽ ഈ നിയമം പ്രാധാന്യമർഹിക്കുന്നു. ഒന്നാമതായി, ഇന്ത്യയിലെ കമ്പനിയുടെ പ്രദേശങ്ങളെ ആദ്യമായി ഇന്ത്യയിലെ ബ്രിട്ടീഷ് കൈവശ പ്രദേശം എന്ന് വിളിക്കുകയും രണ്ടാമതായി, കമ്പനിയുടെ കാര്യങ്ങളിലും ഇന്ത്യയിലെ ഭരണത്തിലും ബ്രിട്ടീഷ് സർക്കാരിന് പരമോന്നത നിയന്ത്രണം നൽകുകയും ചെയ്തു എന്നതുമായിരുന്നു ആ കാരണങ്ങൾ. അതേസമയം ഗവർണർ ജനറൽ ഇപ്പോൾ ബ്രിട്ടീഷ് സർക്കാരിനോടും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയോടും കടപ്പെട്ടു എന്നതും ഈ നിയമത്തിൻ്റെ വലിയ ഒരു പോരായ്മ ആയിരുന്നു. വാറൻ ഹേസ്റ്റിംഗ് ആയിരുന്നു പിറ്റ്സ് ഇന്ത്യ ആക്ട് നടപ്പിലാക്കുമ്പോൾ ഗവർണർ ജനറൽ.